അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ധാരാളം ചരക്കുകളുമായി ഭൂമിയിൽ ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കാറ്, വീട്, നമ്മുടെ മൊബൈല്, മറ്റു സാധന സാമഗ്രികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യം കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുനിയാ മത്താഉൻ, ഈ ദുനിയാവ് ഒരു ചരക്കാണ്. വഖൈറു മത്താഇ ദുനിയാ അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഉത്തമമായ വിഭവം അതാണെന്ന് പറയാം. സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹുൻ ലി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും മറവത്ത് സ്വാലിഹത്താക്കുന്നത്. ആ ഒരു മനുഷ്യൻ ഒരു സ്വാലിഹത്തായ പെണ്ണിനോട് ചേർന്നാൽ, വിവാഹം കഴിച്ചാൽ, അവൾക്ക് ഈ ദുനിയാവിൽ അവളുടെ ദീന്, അതേപോലെ അവളുടെ ബുദ്ധി, സാമർഥ്യം, ഇത് രണ്ടും വലിയ വിഭവമായി തന്നെ ഇവിടെ അനുഭവപ്പെടും. ഈ ഭർത്താവിൻ്റെ അഭാവത്തിൽ അവളുടെ മക്കളെയും അവരുടെ മക്കളെയും അതേപോലെ അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം മറഅത്തു സ്വാലിഹത്തുള്ള ഏറ്റെടുക്കുക. സ്വാലിഹത്തല്ലാത്തവളാണെങ്കിൽ അവളുടെ ഇച്ഛക്കനുസരിച്ച് അവൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അവൾ നല്ല പെണ്ണാണെങ്കിൽ അവൾക്ക് അതിനനുസരിച്ച് ബുദ്ധിസാമർഥ്യവും തൻ്റെ ഇടവും ഒക്കെ ഉണ്ടായിരിക്കും. ദുനിയാവിലിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മക്കളെ വളർത്താനും വീട് നോക്കാനും പറ്റുന്ന ഒരു സ്ത്രീയെ ലഭിച്ചവൻ സൗഭാഗ്യവാനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അവളെ നോക്കുമ്പോൾ അത് അവന് കൺകുളിർമ തരും. അവനില്ലാത്ത സമയത്ത് എന്തൊക്കെയാണോ സംരക്ഷിക്കേണ്ടത് അതൊക്കെ സംരക്ഷിക്കും. അതേപോലെ ഏത് സമയത്ത് അവളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ആ സമയത്ത് അവൾക്ക് വലിയ സന്തോഷം ഇയാൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. നോക്കിയാൽ സന്തോഷം തരും, കൽപ്പിച്ചാൽ അനുസരിക്കും. ഭർത്താവിൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കും. ഈ സ്ത്രീകളെ പളുങ്കുവിനോട് ഉപമിക്കണം, അത് പൊട്ടാതെ സൂക്ഷിക്കണം. സ്ത്രീകളെ വളഞ്ഞ വാരിയെല്ലിനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വിട്ടാൽ അത് വളഞ്ഞു പോകും, നിർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭാര്യ നല്ലവനാണ് എന്ന് പറഞ്ഞവൻ നല്ലവനാണ്. ആ നല്ലവളാണ് ഭാര്യ എന്ന് പറയണമെങ്കിൽ ഭാര്യയ്ക്ക് ആ യോഗ്യത വേണം. ഭർത്താവ് നല്ലവനാണ് എന്ന് പറയുന്നതാണ് ഒരു ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നേടണമെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു ലക്ഷ്യബോധത്തോടു കൂടി അവളോട് പെരുമാറാൻ അവന് കഴിയണം. അതേറ്റവും പ്രധാനമാണ്. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാനും സഹിക്കേണ്ടിടത്ത് സഹിക്കാനുമൊക്കെ സാധിക്കണം. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരവസ്ഥ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും അത് പാടില്ലാത്തതാണ്. ഏതു സമയത്താണ് വിട്ടുപിരിയേണ്ടി വരിക എന്നറിയില്ല. ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ച് തീർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വിട്ടുപോകുമ്പോൾ ആ വിട്ടുപോകുന്ന ആൾ അവസാനം ചെയ്ത ഒരു കാര്യം അത് നീതിക്ക് നിരക്കാവതല്ലെങ്കിൽ ആ മരിച്ചുപോയ ആളെക്കുറിച്ച് എത്ര വലിയ സങ്കടം അയിണക്കുണ്ടായിരിക്കും. അതേപോലെ ഒരാൾ മരിച്ചുപോയി, എന്നാൽ ജീവിച്ചിരിക്കുന്ന ആൾ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, പല ഭാര്യമാരും ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ കരയുന്നത് എന്തു പറഞ്ഞിട്ടാണ്? നല്ല ജീവിതം നയിച്ച കാലത്ത് അയാൾ എത്ര നല്ല നിലയിൽ എന്നോട് വർത്തിച്ചിട്ടും അയാളോട് നല്ല നിലയിൽ പെരുമാറാൻ എനിക്ക് സാധിച്ചില്ല എന്ന സങ്കടം കൊണ്ടാണ് ഭർത്താവ് മരിച്ചാൽ
മിക്ക ഭാര്യമാരും കരയാറുള്ളത്. യഥാർത്ഥത്തിൽ അത് ജീവിതത്തിൻ്റെ ആ സമയത്ത് നോക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ സമയത്ത് നോക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് അത് ശ്രദ്ധിക്കാതെ, നല്ല നിലയിൽ പെരുമാറാതെ, ഒരു നല്ല വർത്തമാനം പോലും പറയാതെ, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുന്നതിലും ഈഗോ ക്ലാഷുകളിലും നിലനിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് മരണത്തിന് ശേഷം തിരുത്താൻ പറ്റുന്നതല്ല. എന്നോട് തീർക്കേണ്ട കടം എന്നോട് നേരിട്ട് തീർക്കാതെ മക്കളോട് തീർക്കുന്നത് ഉചിതമല്ല എന്ന് കടം മേടിച്ച ഒരാളോട് കടം കൊടുത്തയാൾ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കടപ്പാടും കടമയും ഒക്കെ തീർക്കേണ്ടത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമാണ്. മരണത്തിന് ശേഷം ഇരുന്നു കരഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണ് ഒരാൾ ഈ ലോകം വിട്ടു പോവുക എന്നറിയില്ല. അതുകൊണ്ട് ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറുക, ഭർത്താവിനോട് നല്ല നിലയ്ക്ക് പെരുമാറുക. ആ പെരുമാറ്റം